കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കരിമ്പുഴയിൽ ജ്വല്ലറി മോഷണത്തിൽ പ്രതി പിടിയിൽ. കരിമ്പുഴ അഹല്യ ജ്വല്ലറിയിൽ നവംബർ 4 നടന്ന മോഷണ ശ്രമത്തിലെ പ്രതിയായ 45-കാരൻ സനഫുള്ളയാണ് തമിഴ്നാട് ഡിണ്ടിഗലിന് സമീപത്തു നിന്ന് പിടിയിലായത്. ശ്രീകൃഷ്ണപുരം പോലീസ് തെളിവെടുപ്പിനായി പ്രതിയെ ജ്വല്ലറിയിൽ കൊണ്ടുവന്നു. 2024 നവംബർ 4 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് സാധനം വാങ്ങാൻ എന്ന വ്യാജേന ജ്വല്ലറിയിൽ എത്തുകയും ജ്വല്ലറി ഉടമ സാധനം എടുക്കുന്നതിനിടയിൽ ഏകദേശം 1.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണ സാധനങ്ങൾ ഉൾപ്പെടുന്ന ഒരു പാത്രമെടുത്ത് കടന്നുകളയുകയാണ് ഉണ്ടായത്. തുടർന്ന് സാധനങ്ങളുടെ സ്റ്റോക്ക് എടുക്കുമ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ടതായി അറിയുന്നതെന്ന് ഉടമ ബൈജു പറഞ്ഞു. 4/11/2024 4/11 നമ്മളോട് കടയിൽ വന്നിട്ട് ഒരു ഉച്ച നേരത്ത് ഒരു 1:30 മണി 2 മണി ആയിട്ടുണ്ടാവും. എന്നോടൊരു കട്ടില അടിയിൽ വെക്കണ സാധനം എന്ന് പറഞ്ഞിട്ട് വന്നത് മൂപ്പര്. അപ്പൊ ഞാനത് എടുത്തു കൊടുത്തു. പിന്നെ അതിൽ ഒരു സ്വർണം വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ വെക്കേണ്ടത് ചോദിച്ചു. അപ്പൊ ഒരു പൊട്ടുമാരിയൊക്കെ മതി പറഞ്ഞപ്പോ ഞാൻ അത് ഡപ്പ എന്റെ ബോക്സ് ഉണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബോക്സ് ഒക്കെ പാടെ ഞാൻ എന്റെ മടിക്ക് വെച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. പൊട്ട് ഇത് മതിയോ എന്ന് ചോദിച്ചപ്പോ ചോദിക്കുമ്പോഴേക്കും മൂപ്പര് കയ്യിലേക്ക് ഇട്ടിട്ട് കൈ ബോക്സിക്ക് ഇട്ടിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വന്നു, ബോക്സിക്കാണ് വന്നു. അപ്പൊ ഞാനൊന്ന് മുഖത്തേക്ക് നോക്കിയപ്പോ മൂപ്പരൊരു മോറും കൊണ്ട് എന്തൊക്കെ അഭ്യാസങ്ങൾ ഇങ്ങനെ കാണിച്ചു, ഓരോരോ കൺകെട്ട് എന്തൊക്കെയാണ് കാണിച്ചു. അപ്പൊ ഞാൻ ഒന്നുകൂടി മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും ഈ ഡപ്പ എടുത്തിട്ട് കയ്യിലേക്ക് പിടിച്ചെന്ന് തോന്നുന്നു. അവിടെ ഒരു 2 സെക്കൻഡും കൊണ്ട് ഈ ഡപ്പ മൂപ്പര് കയ്യിലേക്ക് പിടിച്ചിട്ടു. പിന്നെ അങ്ങനെയാണ് പോവുകയും ചെയ്ത്. പിന്നെ ഈ സാധനം ഇരുന്ന് വാങ്ങിയതുമില്ല. CCTV പരിശോധനയിൽ മോഷ്ടാവിനെ പറ്റിയുള്ള സൂചന ലഭിക്കുകയാണ് ഉണ്ടായത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടാനായത്. ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു.